സൈബർ സെക്യൂരിറ്റി രണ്ട് ഫീൽഡ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഡിഫെൻസീവ് ഉണ്ട്, ഒഫെൻസീവ് ഉണ്ട്. ഈ ഡിഫെൻസീവ് മാത്രം പഠിച്ചിട്ട് പോയ പ്രശ്നം എന്താണ്? നമ്മൾ ഒഫൻസ് ചെയ്ത് ഒഫൻഡിങ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു എത്രയൊക്കെ ഒഫൻസീവ് സ്ട്രെങ്ത് അതിനനുസരിച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഒരു ഡിഫൻസ് എനിക്ക് നിൽക്കുന്ന സംബന്ധിച്ചോളം ഒഫൻസിൽ നല്ല നോളജ് ഇല്ലെങ്കിൽ അയാൾക്ക് തന്നെ ഈ ഡ്യൂട്ടീസ്, അയാൾക്ക് തന്നെ ഡിഫെൻഡ് ചെയ്യാം, അയാൾക്ക് തന്നെ ഒഫൻസ് ചെയ്യാം. വ്യത്യാസം എന്തായിരിക്കും? അതല്ലെങ്കിൽ എന്ത് സംഭവിക്കണം? അതുകൊണ്ടാണ് കമ്പനികൾക്ക് എത്തിക്കൽ ഹാക്കേഴ്സ് മാത്രമായിട്ടിരിക്കുന്ന ആൾക്കാർ ഒഫൻഡിങ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ പെനിട്രേറ്റ് ചെയ്ത് അവർ കൊണ്ടുവരുമ്പോൾ കമ്പനീസ് അത് ഹയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ബൈ ചെയ്തിട്ട് ഡിഫൻസീവ് ടീമിന് കൊടുക്കും. എന്നിട്ട് ഡിഫൻസീവ് ടീം ഒരു ഡിഫൻസീവ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യും. എന്നിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്? ഒഫൻഡ് ചെയ്യുന്നത്. ബട്ട് ഒരാൾ തന്നെയാണ് ഈ ഒഫൻസീവും ഡിഫൻസീവും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്മാർട്ടാണ്. ഇനി വരാൻ പോകുന്ന വേൾഡ് അങ്ങനെ ആയിരിക്കും. മൾട്ടി സ്കിൽഡ് ആണ് ആൾക്കാർ. അല്ലാതെ ഒരു സിംഗിൾ കരിയർ ഓറിയന്റഡ് അല്ലെങ്കിൽ സിംഗിൾ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജി കഴിഞ്ഞു. മനസ്സിലായി? പണ്ട് ഞാൻ ഒരു പാടത്ത് കൃഷി ഇറക്കുവാണെങ്കിൽ ഞാൻ നെല്ല് മാത്രമേ കൃഷി ചെയ്യുള്ളൂ എന്നുള്ളതായിരുന്നു പണ്ടത്തെ ചിന്ത. പക്ഷെ നെല്ല് മാറിട്ട് എന്തായി? അതിനകത്ത് വേറെ കാര്യങ്ങൾ ഇടാൻ തുടങ്ങി, അതിന് എൻ്റെ കൂടെ ചെയ്ത് കാണാൻ തുടങ്ങി. അപ്പൊ അതാണ് മൾട്ടി സ്കില്ലാണ് ഇനി ഉണ്ടാവുക. ഒരു കമ്പനി ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും ഒഫൻസീവും ഡിഫൻസീവ് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇനി ഈ ഒഫൻസീവിനെ വെച്ച് ചെയ്യാൻ പറയുന്നത് നമ്മൾ പെനിട്രേറ്റ് ചെയ്യുകയാണ്. നമ്മൾ എന്തിനാണ് ഒഫൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് പെനിട്രേറ്റ് ചെയ്യുന്നത്? ഒരു നെറ്റ്വർക്കിനെയാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സിസ്റ്റത്തെയാണ്. നെറ്റ്വർക്കിംഗ് സിസ്റ്റം, ഒരു IT സിസ്റ്റത്തെയാണ്, അതായത് IT എക്കോ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ചെയ്യുന്നത്. എക്കോ സിസ്റ്റം. എത്തിക്കൽ ഹാക്കിങ്ങോ സൈബർ സെക്യൂരിറ്റിയോ മാത്രം പഠിച്ചവർക്ക് മനസ്സിലാവും? ഇല്ല. അയാൾ എന്തിനെ കുറിച്ച് അറിയുന്ന ആളായിരിക്കണം? ലിനക്സിനെ കുറിച്ചും ലിനക്സിന്റെ സെർവറിനെ കുറിച്ചും ലിനക്സിന്റെ സെർവറിന്റെ ലാംഗ്വേജിനെ കുറിച്ചും അറിയുന്ന ആളായിരിക്കണം. ലിനക്സിന്റെ എല്ലാ ടെക്നോളജീസും അറിയാമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഓരോ ടെക്നോളജി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ബേസ് എങ്ങോട്ട് മാറി? എത്തിക്കൽ ഹാക്കിങ്ങും സൈബർ സെക്യൂരിറ്റിയും ഒരു ടോപ്പ് ലെവലാണെങ്കിൽ, ഏറ്റവും ടോപ്പിൽ നിൽക്കുകയാണെങ്കിൽ അതിന്റെ ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തിലേക്ക് വന്നു? ലിനക്സിലേക്ക് വന്നു. കാരണം എന്താണ്? നമ്മൾ എത്തിക്കൽ ഹാക്കിങ്ങിലേക്കൂടെ സൈബർ സെക്യൂരിറ്റിയിലേക്കൂടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഡാർക്ക് വെബിലാണ്. എല്ലാ ആൾക്കാരും നേരെ പോകുന്നത് അങ്ങോട്ടാണ്, അല്ലെ? അത് സെൽഫായിട്ട് എടുത്തു പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ സിസ്റ്റത്തിലായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കാലി ലിനക്സ് പോലുള്ള ടെക്നോളജികളാണ്. ഈ ടെക്നോളജികൾ അറിയുമ്പോഴാണ് ഇയാളുടെ കരിയർ എങ്ങനെ പോവുക, എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആവുക. ഈ പേഴ്സണെ ഒരിക്കലും ഹയർ ചെയ്യാതിരിക്കാൻ ഒരു കമ്പനിക്ക് പറ്റില്ല. കാരണം എന്താണ്? ഈസ് ഹൈലി സ്കിൽഡ്, മൾട്ടി ടാലന്റഡ്, എന്താണ്, മൾട്ടിപ്പിൾ സെഷൻസിൽ എന്തുണ്ട്? നോളജ് ഉണ്ട്, അല്ലേ?